പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരഫല അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനും സ്കൂളിനെ തകർക്കാനുള്ള നീക്കമാണെന്നും അട്ടിമറിയിൽ CPMന് പങ്കുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTA പങ്കില്ലെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കലോത്സവ നടത്തിപ്പിൽ ആദ്യമായി പ്രീ പ്രൈമറി കലോത്സവം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. കലോത്സവത്തിന്റെ ഓരോ ദിനവും കഴിയുമ്പോഴും QIPയുടെ വിലയിരുത്തൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനം മികച്ചത്. കലോത്സവ ചരിത്രത്തിൽ തന്നെ കുറവ് അപ്പീലുകൾ. കലോത്സവത്തെക്കുറിച്ച് യുക്തിരഹിതമായ ആരോപണങ്ങൾ പ്രത്യേകിച്ചും ജഡ്ജ്മെൻറ്റിൽ വന്നപ്പോൾ ജഡ്ജ്മെൻറ്റ് രേഖകൾ അധികാരികൾ പരിശോധിക്കുകയും 100% രേഖകൾ കൃത്യമാണെന്ന് കണ്ടെത്തൽ. വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ഫലങ്ങളിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള തിരുത്തുകൾ കണ്ടെത്തി. വെബ്സൈറ്റിൽ ഫലത്തിൽ വന്ന ഈ മാറ്റം കണ്ടെത്താനായത് ജഡ്ജ്മെൻറ്റ് റിപ്പോർട്ടുകൾ കൃത്യമായതുകൊണ്ടും വ്യക്തമായതും കൊണ്ടുമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTയും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെട്ടു. സംഘടന കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പിന്തുണയും നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPSTയും പ്രോഗ്രാം കമ്മിറ്റിയും അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കുറ്റക്കാരെ കണ്ടെത്തുന്നതിൽ എല്ലാവിധ പിന്തുണയും സംഘടന നൽകി. ഇതുപ്രകാരം ബന്ധപ്പെട്ട അധികാരികൾ കലോത്സവ IT റൂം കൈകാര്യം ചെയ്തവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹിയറിംഗ് നടത്തുകയും ഈ കൃത്യം ചെയ്തവരിൽ സംഘടനയുടെ ഒരു പ്രതിനിധിയും പങ്കാളികൾ അല്ലെന്ന് നിസ്സംശയം പറയുന്നു. ഇപ്പോൾ നടക്കുന്നത് KPSTA സംഘടനയെ താറടിച്ചു കാട്ടാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ആണെന്നും സംഘടന അത് ചെറുക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെബ്സൈറ്റിൽ ഇത്തരം തിരുത്തുകൾ നടന്നത് ഒരിക്കലും പ്രോഗ്രാം കമ്മിറ്റി IT റൂം വച്ചല്ല നടന്നത്. ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് പുറത്തുനിന്നാണ് തിരുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CPM നടത്തിയ ആരോപണം സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാനോ സ്കൂളിനെ തകർക്കാനുള്ള നീക്കം അട്ടിമറിയിൽ CPMന് പങ്കുണ്ടോ എന്ന് കോൺഗ്രസ് സംശയിക്കുന്നതായും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. അതിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ എനിക്കോ അതിൽ യാതൊരു പങ്കുമില്ല. ഹൈസ്കൂൾ സെക്ഷനിലെ ഓരോ ട്രോഫി നേടിയിട്ടുള്ളത് എടപ്പല ഹൈസ്കൂളാണ്. അത് KPSTA എന്ന് പറയുന്ന കോൺഗ്രസ് അനുകൂല സംഘടന അതിനോട് ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടില്ല. പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട ചില അധ്യാപകർ ആണ് ഇതിൻ്റെ ആരോപണത്തിന് നേരിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അന്വേഷണത്തിൽ കണ്ടിട്ടുള്ള ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ നിഗമനങ്ങളിൽ അത് കോൺഗ്രസ് അനുഭാവമുള്ള ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ആയിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ CPM നടത്തി വരുന്ന ഈ സമരം എന്നുള്ളത്, സമരാഭാസം എന്നുള്ളത്, അവരെ വിളയൂരിലെ പല വിഷയങ്ങളും പഞ്ചായത്തിനെതിരായി വരുന്ന പല വിഷയങ്ങളിലും വിളയൂരിലെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര ആഭാസമായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പോൾ ആ സമരങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രവണത, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ക്രമക്കേട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രോഗ്രാം കമ്മിറ്റിക്കോ KPSTയ്ക്കോ പങ്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ നീലടി സുധാകരൻ, VM മുസ്തഫ, KPSTA ഭാരവാഹികളായ PM രാജേഷ്, ബാബു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.